മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ന്യൂസ് കട്ടിംഗ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഓക്കെ, ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ നമുക്ക് റെയിൽവേയുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ CEN നമ്പർ, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 8/2024, അതാണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 08/2024. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏജ് ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. അതായത് ഏജ് ലിമിറ്റ് വന്നിട്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 32,000 പ്ലസ് വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. മെനഞ്ഞാന്ന് റെയിൽവേ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32,000 പ്ലസ് വേക്കൻസി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് വേക്കൻസി കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ നോട്ടിഫിക്കേഷനുമായിട്ട് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വേക്കൻസി എങ്ങനെയാണ്, കുറവാണ്. ഇപ്പോൾ 2019 നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം പ്ലസ് വേക്കൻസിയുമായിട്ടാണ് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ അവർ എന്ത് ചെയ്തു, കട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ വേക്കൻസി എന്ത് ചെയ്തു, കുറച്ചു. അതായത് അവിടെ നിലവിൽ അത്രയും ഒഴിവുകളുണ്ട്, 1 ലക്ഷം പ്ലസ് വേക്കൻസീസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് റെയിൽവേ നോട്ടിഫൈ ചെയ്തത് എത്ര മാത്രമേ ഉള്ളൂ, 32,000 പ്ലസ് വേക്കൻസി മാത്രമേ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമുക്ക് ALP ഒക്കെ പോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, വേക്കൻസി അങ്ങ് ഉയർത്താം. അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേ മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഇനി എന്തുണ്ടാകും, ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ റെയിൽവേയുടെ എല്ലാ നോട്ടിഫിക്കേഷനും ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ 2 വർഷങ്ങളിലായിട്ടോ 3 വർഷങ്ങളിലായിട്ടോ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത്രയും വേക്കൻസി ഫില്ലാവാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം, 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ 32,000 പ്ലസ് വേക്കൻസി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ വേക്കൻസി എന്തായിരിക്കും, ഇതിലും എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഈ ഒരു അവസരം ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, എന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പൊ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 23/1/2025 കണ്ടായിരുന്നോടാ. 23/1/2025 മുതൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് ക്ലോസിംഗ് എന്നാണ് 22/2/2025 ക്ലോസിംഗ് ഡേറ്റ്. അതായത് ജനുവരി 23 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് തുടങ്ങാം. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th പേ മെട്രിക്സ്. ഇനിഷ്യൽ പേ വന്നിട്ട് 18,000 രൂപയാണ് ഇനിഷ്യൽ പേ വരുന്നത്. പക്ഷേ അതല്ല സാലറി, 52% പ്ലസ് എന്തുണ്ട്, DA ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഡിയർനെസ് അലവൻസ്, HRA, ബാക്കി എല്ലാ അലവൻസും കൂടെ ചേർത്ത് ഏതാണ് ഒരു 34,000 ഒക്കെ അടുപ്പിച്ചായിരിക്കും എന്ത് വരുന്നത്, അല്ലെങ്കിൽ 30+ ആയിരിക്കും എന്ത് വരുന്നത്, സാലറി വരുന്നത് കേട്ടോ. ഈ സാലറി നോക്കണ്ട, 30+ നമുക്ക് മിനിമം നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കയ്യിൽ കിട്ടും. നോക്കുക, ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കിടപ്പുണ്ട്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, 1/7/2025 മുതലാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 36 വയസ്സ് കുറച്ചാൽ മതി. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. ഓക്കെ, then അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത എക്സാമിനേഷൻ പാറ്റേണിനകത്തും തന്നെ ഒരു മാറ്റവും ഇല്ല. ഒരൊറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. മോഡ് ഓഫ് എക്സാം എങ്ങനെയാണ്, CBT എക്സാം ആണ്. ഒരു എക്സാം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. CBT 1 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. ഓക്കെ, then അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫീ ആണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്താണ് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതേസമയം ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലോ ദെൻ അത് കഴിഞ്ഞ SC/ST ആണെങ്കിലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 250 രൂപയാണ് ആപ്ലിക്കേഷൻ വരുന്നത്. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് തിരിച്ചു വരും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും ബാക്കിയൊന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല. 2 ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, RRBയുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ 10th പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ ചില പോസ്റ്റുകൾക്ക് എന്തായിരിക്കും, IT നിർബന്ധമായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ 2 ദിവസങ്ങൾക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നോക്കുക, ഇതിന്റെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കിയാൽ എങ്ങനെ എക്സാം പാറ്റേൺ വരുന്നത്, ഒരൊറ്റ എക്സാം മാത്രമാണ് വരുന്നത്, CBT 1 മാത്രമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞൊരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ NDPCയുടെ അതേ സിലബസ് തന്നെയാണ്, സെയിം സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NDPC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാം ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ CBT 1 എന്താണ്, സെയിം സിലബസ് ആണ്. അപ്പോൾ അതിനകത്ത് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, GK ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ജനറൽ സയൻസ് ഉണ്ട്. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് NDPC
പി സിയിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനകത്ത്. അവിടെ NTPC നമ്മൾ നോക്കുകയാണെങ്കിൽ 30 മാർക്കും കൂടെ ചേർത്തിട്ട്, അതായത് 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്, 40 മാർക്ക് GA ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നല്ലൊരു മാറ്റമുണ്ട്. ജനറൽ സയൻസ് വന്നിട്ട് 25 മാർക്കാണ്. അതായത് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10ാം ക്ലാസ് നിലവാരം വരെ ഉള്ള NCERT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്താൽ മതി. അപ്പോൾ ജനറൽ സയൻസ് വന്നിട്ട് 25 മാർക്കാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് മാത്സ് ആണെങ്കിൽ 25 മാർക്ക്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ജനറൽ സയൻസ് 25, മാത്സ് 25, റീസണിങ് വന്നിട്ട് 30 മാർക്കാണ് റീസണിങ്ങിന് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ജനറൽ അവയർനെസ് ആണെങ്കിൽ എത്ര മാർക്കാണ്? 20 മാർക്കാണ് വരുന്നത്. സയൻസ് 25, അത് കഴിഞ്ഞ് മാത്സ് 25, റീസണിങ് ആണെങ്കിൽ 30. ദെൻ GA ആൻഡ് കറണ്ട് അഫയേഴ്സ് എത്രയാണ്? 20 മാർക്കാണ്. 100 മാർക്കിന്റെ ഒരൊറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. വേക്കൻസി നോക്കണ്ട, അതെന്ത് ചെയ്യും, ഉറപ്പായിട്ടും കൂടും. അല്ലെങ്കിൽ അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇത്രയും പോലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ന്യൂ ഇയർ അല്ലേ, ഒരു പുതിയ മാറ്റം, പുതിയ തുടക്കം, ജോലിയിലേക്കുള്ള യാത്ര. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ ബാച്ച്, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ജനുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച കണ്ടന്റ് ആയിരിക്കും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്. നമ്മുടെ NTPC ബാച്ചിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു, അതേ മെത്തേഡിൽ തന്നെ, അതേ ക്വാളിറ്റി തന്നെ, ഏറ്റവും മികച്ച വർക്കൗട്ട് സെഷൻസ് എല്ലാമായിരിക്കും നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.